അശ്വിനി, നമുക്ക് തിരികെ വാർത്തകളിലേക്ക് വരാം. നവകേരളം കിഫ്ബിയിലൂടെ. കണ്ണൂർ തലശ്ശേരി മണ്ഡലത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ് കിഫ്ബി പദ്ധതികളിലൂടെ സാധ്യമായത്. മലബാർ ക്യാൻസർ സെന്ററിന് 600 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. തലശ്ശേരിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ നിർമ്മാണത്തിനും 40 കോടിയിലേറെ രൂപ അനുവദിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബിക്ക് സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ കിഫ്ബി പദ്ധതികളിലൂടെ സാധിച്ചു. തലശ്ശേരിയിലെ നിരവധി സർക്കാർ സ്കൂളുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു. കേരളത്തിലെമ്പാടും ഏറ്റവും വലിയ പുരോഗതിയാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ളത്. പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങൾ, ഇങ്ങനെ നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് ഈ കിഫ്ബിയിലൂടെയാണ്. തലശ്ശേരിയുടെ സമഗ്ര പുരോഗതിക്ക് കിഫ്ബി വലിയ പങ്കുവഹിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് തന്നെ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ നിരവധി സർക്കാർ വിദ്യാലയങ്ങൾക്ക് 1 കോടി മുതൽ 5 കോടി വരെ ഭൗതിക പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ നേടാൻ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം, ചുണ്ടങ്ങാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം എന്നിവ ഓരോ കോടി രൂപ വീതം ചെലവിട്ടാണ് നവീകരിച്ചത്. ചിറക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപ ചെലവിട്ടും കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി രൂപ ചെലവിട്ടും കിഫ്ബി പദ്ധതി പ്രകാരം നവീകരിച്ചു. ഇവിടങ്ങളിലെല്ലാം തന്നെ പുതിയ സ്കൂൾ കെട്ടിടങ്ങളും ആധുനിക ക്ലാസ് മുറികളും സജ്ജമാക്കി. ആരോഗ്യ മേഖലയിൽ മലബാർ ക്യാൻസർ സെന്ററിന് 600 കോടി രൂപയാണ് കിഫ്ബി ഫണ്ട് വഴി ലഭ്യമാക്കിയത്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മലബാർ ക്യാൻസർ സെന്റർ ക്യാൻസർ ചികിത്സയ്ക്ക് മാറാൻ പോകുമ്പം ആ നിലയിലേക്ക് എത്തിക്കുന്നതിൽ കിഫ്ബി വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ്. 600 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മലബാർ ക്യാൻസർ സെന്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തലശ്ശേരിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി, വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, ആ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിന് വേണ്ടി ജനകീയ മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾ ഭൂമി ഏറ്റെടുത്തപ്പം അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് 40-ലേറെ കോടി രൂപ കിഫ്ബിയിലൂടെ നാം അനുവദിച്ചു കിട്ടിയത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം 2025 മാർച്ചോടുകൂടി പൂർത്തീകരിക്കും. കെട്ടിട നിർമ്മാണത്തിനും വിവിധ വിഭാഗങ്ങളുടെ നവീകരണത്തിനുമാണ് ഈ തുക ചെലവിട്ടത്. തലശ്ശേരിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന് 70 കോടിയോളം രൂപയാണ് കിഫ്ബി ഫണ്ടായി ലഭ്യമാക്കിയത്. വിവിധ റോഡുകളും സ്റ്റേഡിയങ്ങളുമൊക്കെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. കോടതി സമുച്ചയം, റെയിൽവേ മേൽപ്പാല നിർമ്മാണം എന്നിവയ്ക്കും കിഫ്ബി ഫണ്ട് ഗുണകരമായി. അങ്ങനെ തലശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി വഹിച്ച പങ്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു.